ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കാലത്തെ വിരുന്ന് ഇനി ജീവിതത്തിൽ പോകില്ല. സംസ്ഥാനം കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിടുമ്പോൾ യൂത്ത് ലീഗ് നേതാവിന്റെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിമർശനം. പിണറായി വിജയനെ കണ്ടുപിടിക്കണം. മഴക്കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെയാണ് സഖാവ് പ്രവർത്തിച്ചത്. 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ ഒരു വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ വീഡിയോ വൈറലായിരുന്നു. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി നല്ല ബിരിയാണിയും മന്തിയും കഴിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. രാഷ്ട്രീയക്കാർ പുറകിലുണ്ട്, അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലെങ്കിലും നോക്കണ്ട, സമ്മതിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായി. ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി. ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. വയറ്റിപ്പഴപ്പിന്റെ കാര്യോർത്ത് അറിയാതെ ചെയ്തു പോയത്, ക്ഷമിക്കണം. എന്തായാലും പറ്റിയത് പറ്റി, ഇനി ആവർത്തിക്കില്ല. നിരവധി കമന്റുകളാണ് പിണറായി വിജയനെയും വി.ഡി. സതീശനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നത്. പാവം സതീശന് ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ ഇവറ്റകൾ സമ്മതിക്കില്ല. മാറ്റം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ജനം വിലയിരുത്തട്ടെ. ഇത് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. വിവാദങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സതീശൻ ചെയ്തത് തെറ്റാണോ? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.